പെട്ടെന്നാണ് അമിത്ഷാക്ക് ഒരു മറുപടി ലഭിച്ചത്. അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനാക്കി ചിത്രീകരിച്ചു. നല്ലവരായ വയനാട് ജനങ്ങൾ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നു. അമിത്ഷാക്കെതിരെ തുറന്നടിച്ചു. പക്ഷെ അമിത്ഷാക്ക് ദൈവം തന്നെ മറുപടി നൽകി. ആരാണ് പാകിസ്ഥാനോട് കൂറു പുലർത്തിയത് എന്നുള്ളത് ഇമ്രാൻഖാന്റെ പ്രസ്താവന കടന്നു വന്നതോടുകൂടി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. ഇമ്രാൻഖാൻ തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് നല്ലത് ഇന്ത്യ രാജ്യം BJP ഭരിക്കുന്നതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാടിടങ്ങളിൽ പ്രസംഗിച്ച ഒരു കാര്യമാണ്, പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നുണ്ടാകും BJP ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഇന്ത്യയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നത് BJP അധികാരത്തിൽ ഉണ്ടാകുമ്പോൾ എന്നാണ്. ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രസ്താവനയാണ് ഇമ്രാൻഖാനിലൂടെ കടന്നു വന്നത്. ഇമ്രാൻഖാന്റെ ആ പ്രസ്താവന കൃത്യമായി മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പെടാപ്പാടുപെടുന്ന സംഘപരിവാറിന്റെ സൈബർ ക്രിമികളാണ്. അവർ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അനുകൂലിച്ച് എന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഇമ്രാൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന സംഘപരിവാറുകാർ കൃത്യമായി കാര്യം മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. അതായത് പുൽവാമക്ക് ഞങ്ങൾ പകരം ചോദിച്ചത് ബലാക്കോട്ടായിരുന്നു. ബലാക്കോട്ടിൽ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അവിടെ ബോംബാക്രമണം നടത്തിയ വ്യോമസേനയുടെ ക്രെഡിറ്റ് സ്വന്തമാക്കിയത് BJP ആണ്. ആ BJPയോട് ഒരു ദേഷ്യവും പാകിസ്ഥാൻ ഇല്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ചിന്തിച്ചു നോക്കേണ്ടതേ ഉള്ളൂ. അതായത് ബലാക്കോട്ടിൽ ആക്രമണം നടന്നു എന്നുള്ള കാര്യത്തിൽ രണ്ട് വാദങ്ങൾ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ കൃത്യമായിട്ട് പറയുന്നു BJP ആണ് ഞങ്ങൾക്ക് നല്ലത് എന്ന്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവരുടെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി കാണും. കാരണം അത്യാവശ്യം വിവേകവും വിവരവുമുള്ളവർ തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഭരിക്കാൻ വരുന്നത് എന്നുള്ളത് ഇമ്രാൻഖാന് നന്നായിട്ട് അറിയാം. മോദി വീമ്പളുക്കലിന്റെ ഉസ്താദാണെന്നുള്ളത് വ്യക്തമായിട്ട് പാകിസ്ഥാൻ അറിഞ്ഞു കാണും. കാരണം പാകിസ്ഥാനിൽ ആക്രമണം നടത്തി കുറെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്ന് പരസ്യമായി കള്ളം പ്രചരിപ്പിക്കുമ്പോൾ ആ കള്ളം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. അതായത് ഇവർ പ്രസംഗിക്കുക മാത്രം ചെയ്യും, ഇവർ ഞങ്ങളെ രാജ്യത്തെ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ ഞങ്ങളെ രാജ്യത്തുള്ള ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുകയില്ല എന്നുള്ളത് ഇമ്രാൻഖാന് വളരെ വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ഇമ്രാൻഖാൻ പറഞ്ഞത് BJP അധികാരത്തിൽ വന്നാൽ നല്ലത് എന്ന്. മറ്റൊരു കാര്യം, അമിത്ഷാക്ക് ദൈവം കൊടുത്ത ഒരു മറുപടിയാണ്. അതായത് അദ്ദേഹം വയനാടിൽ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വയനാട് പാകിസ്ഥാനാണെന്ന്. പക്ഷെ പറഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഇമ്രാൻഖാന്റെ പ്രസ്താവനയും വന്നു. ഒരു കാര്യം വ്യക്തമാണ്, ആരാണ് ഇമ്രാൻ കുഞ്ഞുങ്ങൾ എന്നുള്ളത് ഇനിയെങ്കിലും സംഘപരിവാറിന്റെ സൈബർ ക്രിമികൾ മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.